വേനൽ കനത്തതോടെ ഹൈറേഞ്ചിലെ ജലപാതകൾ ഒട്ടുമിക്കതും വരണ്ടുണങ്ങി. ജലസമൃദ്ധിയുടെ അടയാളങ്ങൾ തെല്ലുപോലുമില്ലാത്ത വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് വലിയ നിരാശ സമ്മാനിക്കുന്നുണ്ട്. വെയിലിൽ മലയോരം വരണ്ട് ടൂറിസത്തിനും തിരിച്ചടിയാവുകയാണ്. വെള്ളച്ചാട്ടങ്ങൾക്കരികിൽ കച്ചവടം നടത്തിയിരുന്ന വ്യാപാരികളും പ്രതിസന്ധിയിലായി. ചീയപ്പാറയും വാളറയും തുടങ്ങി പേരുകേട്ടതും പേര് കേൾക്കാത്തതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയുടെ മുക്കിലും മൂലയിലുമുണ്ട്. ജലസമൃദ്ധമായ വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിക്ക് നൽകുന്ന മനോഹാരിത വളരെ വലുതാണ്. എന്നാൽ വേനലിന്റെ കാഠിന്യം വർദ്ധിച്ചതോടെ ഒട്ടുമിക്ക വെള്ളച്ചാട്ടങ്ങളും ശോഷിച്ചു കഴിഞ്ഞു. പേരിനു പോലും ഒരു അടയാളം ബാക്കി വയ്ക്കാതെയാണ് പല വെള്ളച്ചാട്ടങ്ങളും അപ്രത്യക്ഷമായിട്ടുള്ളത്. ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് തിരിച്ചടിയാകുന്നുണ്ട്. ജലസമൃദ്ധിയുടെ ഓർമ്മകളിലെത്തി വരണ്ടു കിടക്കുന്ന പാറയിടക്കുകൾ കണ്ട് നിരാശരായി മടങ്ങുന്ന സഞ്ചാരികളെ ഒട്ടുമിക്കയിടങ്ങളിലും കാണാം. വെള്ളം പൂർണ്ണമായി വറ്റി വരണ്ട് സഞ്ചാരികൾ കൈയൊഴിഞ്ഞതോടെ വെള്ളച്ചാട്ടങ്ങൾക്കരികിൽ കച്ചവടം നടത്തിയിരുന്ന വ്യാപാരികളും പ്രതിസന്ധിയിലായി. വരുമാനത്തിൽ വലിയ കുറവ് സംഭവിച്ചതായി ഇവർ പറയുന്നു. വണ്ടി നിർത്തുന്നില്ല, കച്ചവടം കിട്ടുന്നില്ല, കച്ചവടക്കാരെയൊക്കെ നിർത്തിപ്പോയി. ഇനി വെള്ളമാകുമ്പോഴേ എല്ലാവരും വരുവുള്ളൂ. ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ മൂന്നാറിന് പോകുന്നുണ്ട്. തണുപ്പ് ഉണ്ട്, മൂന്നാർ നല്ല തണുപ്പാണ്. ഇവിടെ വണ്ടി നിർത്തൽ കുറവാണ്, അതുകൊണ്ട് ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. കച്ചവടം കുറവാണ്, വെള്ളമില്ലാത്തതുകൊണ്ടാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വഴിയോര വിൽപ്പന നടത്തിയിരുന്ന ചിലർ കച്ചവടം നിർത്തി മറ്റു ജോലികളൊക്കെ പോയി കഴിഞ്ഞു. ഇനിയും പൂർണ്ണമായി വരളാത്ത ചില വെള്ളച്ചാട്ടങ്ങളാണ് മല കയറിയെത്തുന്ന സഞ്ചാരികൾക്ക് അല്പമെങ്കിലും ആശ്വാസമാകുന്നത്. അതേസമയം അയൽ ജില്ലകളെ അപേക്ഷിച്ച് പകൽ ചൂടിന് ഇടുക്കിയിൽ കുറവുണ്ട്. രാത്രികാലത്ത് അന്തരീക്ഷ താപനില താഴുന്നത് ആശ്വാസകരമാണ്. ഇടുക്കിയിൽ എപ്പോഴും എത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്ന കാര്യങ്ങളിൽ ഒന്നിത് തന്നെ. വേനൽ മഴയ്ക്കായുള്ള കാത്തിരിപ്പ് നീണ്ടാൽ പൂർണ്ണമായി വരളാത്ത വെള്ളച്ചാട്ടങ്ങളടക്കം കൂടുതൽ ശോഷിക്കുന്ന സ്ഥിതിയുണ്ടാകും. സിറ്റി വിഷൻ, അടിമാലി.